എന്തെപ്പോ ചെയ്യുമെന്ന് ഇയാൾക്ക് തന്നെ അറിയാത്ത ദ അൺപ്രഡിക്റ്റബിൾ കിളിപോയ സ്റ്റോണർ കഞ്ചാവ് സോം. വെൽക്കം. സച്ചിന്റെ ഭാര്യയായ അഞ്ജലിയേക്കാളും മകനായ അർജുനേക്കാളും സച്ചിനെ സ്നേഹിച്ച വിന്നേഴ്സ് ക്ലബിന്റെ നായകൻ ക്യാപ്റ്റൻ ക്ലീറ്റസ്. വെൽക്കം. ക്യാപ്റ്റൻ ക്ലീറ്റസിന്റെ പ്രാന്തൊക്കെ ഡോണായ ഡ്യൂഡിനെ പൊറോട്ടയടിക്കാരനാക്കി മാറ്റിയ ഡ്രാഗൺ പൈലി. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കുതിരപ്പുറത്ത് വാളം പിടിച്ചോണ്ട് വരുന്ന ഒരു ഷോട്ടൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഈ ശബ്ദം കൊള്ളാം കേട്ടോ. സീമാജി നായരുടെ മെയിൽ വെർഷനൊക്കെ ഇവിടെ വെള്ളമില്ല, വെള്ളത്തിന് പകരം മദ്യം മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടൊരു ബിസിനസ് ക്ലാസ് പൈലറ്റ് അവനായിരിക്കും. പഴത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിക്കുന്ന പാപ്പന്റെ പൂരത്തിന് കൊടിയേറ്റം അനൗൺസ്മെന്റ് നടത്തുന്ന കൃഷ്ണൻ മന്ദാരം. സ്വാഗതം. സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അതും എല്ലാവരും മോഡൽസാ. അവിടേക്ക് ആരാ പറഞ്ഞോളൂ? പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവര് പോകും. ഷൂട്ട് ഉണ്ടെങ്കിൽ ഒരു 10 ആകുമ്പോൾ എഴുന്നേക്കും, ഷൂട്ടില്ലെങ്കിൽ 5:30 ആകുമ്പോഴേ എഴുന്നേക്കും. ഓക്കെ. ഷർബത്ത് ഷമീറിന്റെ എല്ലാ മണ്ഡലത്തരത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഫോഴ്സിന്റെ വാഗ്ദാനം കോൺസ്റ്റബിൾ ധനയൻ. അത് തിയേറ്ററിൽ കിട്ടിക്കോളൂ. ബുധനിലാണെങ്കിൽ ഞാൻ അതാണ് ചിത്രം ചെയ്തോണ്ട് ബുധനാഴ്ച എന്തായാലും കേരള ആട് 3-ലൊരു സംഭവം പിടിക്കട്ടോ. കൂടെ മുമ്പ് ചെയ്ത ആളൊന്നും പോരാ, നമുക്ക് പുതിയ സാധനം പിടിക്കണം. എന്റെ ഡയലോഗ് ഇല്ല എവിടെയെങ്കിലും ആടിലെ പുതിയ അത് നമ്മൾ പറയാം. മിമിക്രി വേദിയുടെ മലയാള സിനിമയിൽ Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ആട് 3-യിലെ എല്ലാ പ്രധാനികളും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സെപ്പറേറ്റ് സ്വാഗതമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഇയാൾ പോലീസ് ജീപ്പിൽ കയറി ചേസ് നടത്തും, ചിലപ്പോൾ ഇയാൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ ഐഡിയ കൊടുക്കും. ഒരു സ്ഥലത്തെ അണ്ടർവേൾഡിനെയും പോലീസിനെയും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെപ്പോ ചെയ്യുമെന്ന് ഇയാൾക്ക് തന്നെ അറിയാത്ത ദ അൺപ്രഡിക്റ്റബിൾ കിളിപോയ സ്റ്റോണർ കഞ്ചാവ് സോമൻ. വെൽക്കം. അടുത്തത്, തലയടിച്ച് തരിച്ചിരുന്നപ്പോഴും അയാൾ ഷാജിപ്പാപ്പനോട് ഒന്നേ ചോദിച്ചുള്ളൂ, സച്ചിൻ വിരമിച്ചോ എന്ന്. അതെന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല എന്ന്. സച്ചിന്റെ ഭാര്യയായ അഞ്ജലിയേക്കാളും മകനായ അർജുനേക്കാളും സച്ചിനെ സ്നേഹിച്ച വിന്നേഴ്സ് ക്ലബിന്റെ നായകൻ ക്യാപ്റ്റൻ ക്ലീറ്റസ്. വെൽക്കം. ഡ്യൂഡിന് ലോക്കൽ ഡ്രഗ് അറേഞ്ച് ചെയ്ത് കൊടുത്തും കൃത്യമായ സമയങ്ങളിൽ ഡ്യൂഡിനോട് സംശയങ്ങൾ ചോദിച്ചും ഡോണായ ഡ്യൂഡിനെ പൊറോട്ടയടിക്കാരനാക്കി മാറ്റിയ ഡ്രാഗൺ പൈലി. അവീതം ഭാര്യ കണ്ടുപിടിച്ചു എന്ന തൻ്റെതല്ലാത്ത കാരണത്താൽ വിഭാര്യനായി കഴിയുന്ന ഭാര്യ കൈക്ക് കടിച്ച വേദന മറക്കാൻ ഉറക്കുകുളിക പഴത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിക്കുന്ന പാപ്പന്റെ പൂരത്തിന് കൊടിയേറ്റം അനൗൺസ്മെന്റ് നടത്തുന്ന കൃഷ്ണൻ മന്ദാരം. സ്വാഗതം. ഷാജി പാപ്പൻ SI പ്രദീപ് കുമാറെ പാലത്തിൽ നിന്ന് എടുത്തെറിഞ്ഞത് കണ്ട് ധൈര്യം സംഭരിച്ച് പിന്നോട്ടോടിയ ഷർബത്ത് ഷമീറിന്റെ എല്ലാ മണ്ഡലത്തരത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഫോഴ്സിന്റെ വാഗ്ദാനം കോൺസ്റ്റബിൾ ധനയൻ. ഓക്കെ. അത് തിയേറ്ററിൽ കിട്ടിക്കോളൂ. അവസാനമായി DJ എന്ന സംഗീത ശാഖയുമായി ഒരു ബന്ധവുമില്ലാതെ പേരിനൊപ്പം DJ വെക്കുന്ന ആടിലെ പുതിയ DJ ഗോപി. അത് നമ്മൾ പറയാം. മിമിക്രി വേദിയുടെ മലയാള സിനിമയിൽ ബാബുവേട്ടയിൽ നിന്നും ഒരു പ്രൊമോഷൻ കിട്ടി, DJ ഗോപി. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണിയെടുത്തിട്ട് വന്നേക്കണേ. അതെ കഷ്ടപ്പെട്ടു. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാള്. ഓക്കെ, ഈ വട്ടം ആരൊക്കെയാണ് ബുദ്ധി ഉപദേശിച്ച് പ്രശ്നത്തിലാക്കാൻ പോകുന്നത് കഞ്ചാവ് സോമൻ? ഈ വർഷം എങ്ങനെങ്കിലുമൊക്കെ ജീവിതം പച്ചപിടിപ്പിക്കണം. ഇപ്രാവശ്യങ്ങളിൽ രക്ഷപ്പെട്ടേ അടങ്ങുള്ളൂ. ഷാജി പാപ്പന്റെ പുള്ളി അവസാനം നമ്മുടെ എല്ലാ ഐഡിയയും പൊളിക്കുമല്ലോ. ഇപ്രാവശ്യങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി പലരെ സമീപിക്കുന്നുണ്ട് ഇതിനകത്ത്. ഞങ്ങളുടെ മെയിൻ സാറായ സണ്ണിയുടെ ക്യാരക്ടറായാലും സാത്താ സേവിയറിന്റെ വഴിയാണ് മെയിൻ പരിപാടി. ഓപ്പറേഷൻസ് കൂടെ നിന്ന് പുള്ളിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന
ബാറ്റർ സൈമണിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന കഞ്ചാവ് സ്വാമി. ബാറ്റർ സൈമൺ ബിജുക്കുണ്ടുണ്ട്. ഇങ്ങനെ ചില ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരനാണെന്ന് നമുക്ക് തോന്നിക്കും, പക്ഷെ അയാളായിരിക്കും നമ്മുടെ ഏറ്റവും അധികം ഇട്ട് പണി വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരാളാണല്ലോ കഞ്ചാവ് സ്വാമി. അങ്ങനത്തെ ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനത്തെ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണോ കഞ്ചാവ് സ്വാമിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഇല്ല, ചീന്തെടുക്കാൻ ഉണക്കിയെടുത്തതാ ചെയ്തേ ഉള്ളൂ. അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപ്റ്റൻ ഗ്ലിറ്റസിന്റെ പ്രാന്തൊക്കെ ഇത്തിരി മരുന്ന് കഴിച്ചിട്ടൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞ പോലെ തേടക്കത്തെ ഇത്തിരി ഇതായി. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് പാട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും. ഇതാണ് പ്രൊഡ്യൂസറായ വിജയ് ബാബു പറഞ്ഞിട്ടുള്ളത്. ക്യാപ്റ്റൻ ഗ്ലിറ്റസ് അതല്ല എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതായത് കൂട്ടത്തില് ഇത്തിരി വെളിവിട്ടവൻ ഞാനായതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണത്. ബാക്കി പക്ഷെ എല്ലാവരും മണ്ടന്മാരുമാണ്. അതെ, എല്ലാവരും ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യണത്. ചെയ്യുന്നത് മണ്ടത്തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളൂ. ഞാൻ ചെയ്യണതും ഇപ്പം ചെയ്യണതും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മള് സീരിയസ് ആയിട്ടാ ചെയ്യണേ. കോമഡി. കോമഡി അത് ഇവരുടെ ടീമായാലും ആരുടെ ടീമായാലും ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ്. ആരും കോമഡിക്ക് വേണ്ടി ഒരു സാധനം ഇരിക്കാൻ വേണ്ടി ആരും ഒന്നും പറഞ്ഞത്. നമ്മുടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് കോമഡി ആയിട്ട് മാറുന്നു എന്നല്ലാതെ നമുക്കറിയുന്നില്ലല്ലോ. ഡ്രാഗൺ പൈലി ഓട്ടെങ്കിലും ശവപ്പെട്ടി പൈലി ആവോ? ഇല്ലേ, ഡ്രാഗൺ പൈലിയും ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള പല മാർഗവും നോക്കുന്നുണ്ട്. അകപ്പെട്ടു പോയി കിടക്കല്ലേ, രക്ഷപ്പെടാനുള്ള പല രക്ഷപ്പെടാനല്ലേ പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കൂടിയെന്ന് കുറെ കാര്യങ്ങൾ രക്ഷപ്പെടാൻ, സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ കുറെ കാര്യങ്ങൾ പറയുന്നു. അപ്പോഴെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പടക്ക നടി മേടിക്കുന്ന അത് പിന്നെ നമുക്ക് പിന്നെ തഴമ്പാവൂല ആയി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഇവര് ജോലി ചെയ്യുന്നൊരു ഹോട്ടലിൽ ഭയങ്കര നല്ല എപ്പിസോഡായിരുന്നു. ചേട്ടനും കൂടി ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ അതിന്റെ വേറൊരു വേഷം ഉണ്ട്, പറയുന്നില്ല. അത് ഇഷ്ടമാണ്, അത് പറയാൻ പാടില്ലല്ലോ. അത് പിന്നെ ഞാൻ കണ്ടനുസരിച്ചിട്ട് ഞാനും ഉണ്ട് ആ സീനില്. പക്ഷെ ഞാൻ കണ്ടനുസരിച്ച് പതിനേക്കാളും ദുരന്തമാണ് ഇവരുടെ അവസ്ഥ. അല്ല, ആ സീക്വൻസ് ഭയങ്കരമായിരിക്കും. ഞാൻ ചിരിച്ച് ചത്താണ് ആ സീൻ കണ്ടിട്ട്. കോൺസ്റ്റബിളിൽ ഒരു പ്രൊമോഷൻ ഉണ്ടോ? ഇല്ലടാ, ഇപ്പൊ ഏട്ടായി. പോറില്ല. ഇതിനകത്ത് ശമ്പളമുള്ള ഞങ്ങൾക്ക് മാത്രമേ ഉള്ളു, ബാക്കി കള്ളം കാണിച്ചാലേ അവർക്ക് പൈസ കിട്ടും. ഞങ്ങള് കറക്റ്റ് മാസം ശമ്പളം. അല്ല, അവര് ഫോറിൽ കാണൂല, ഇവർ റിട്ടയർഡ് ആകും. അല്ല, IG ആയിട്ട് പ്രൊമോഷൻ. ജഗന്നാഥ വർമ്മയ്ക്ക് പോട്ട് പോലീസിൽ നിന്ന് വിരമിച്ചാൽ ഏതെങ്കിലും ബാങ്കിൽ സെക്യൂരിറ്റി കാണും. അതിന്റെ ഫ്രണ്ട് കൂടെ എന്തായാലും ഡൂഡൊക്കെ ഓടുമല്ലോ. ഈ ഡൂഡിനെ ഇപ്പൊ, അതായത് റിയൽ ലൈഫിൽ ഡൂഡ് ഉണ്ടല്ലോ, അതായത് എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിക്കുന്ന വിനായകൻ സാർ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയാണല്ലോ അപ്പൊ 3 ഘട്ടങ്ങളിലായിട്ട് അഭിനയിക്കുന്നത്. ഈ ആട് 1 ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റേഞ്ച് വേറെ ആയിരുന്നു. 2 ഇറങ്ങുന്ന സമയത്ത്, 3 ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇന്ത്യയിലത്തെ ഏറ്റവും സോർട്ടഡ് ആഫ്റ്റർ നടനാണല്ലോ. അതായത് മമ്മൂക്കയുടെ നായകനായിട്ട് അഭിനയിക്കുന്നു, രജനീകാന്തിന്റെ വില്ലനായിട്ട് അഭിനയിക്കുന്നു. ആ റേഞ്ച് ഭയങ്കര വേറെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ചെയ്യുക, അദ്ദേഹത്തിന്റെ കൂടെ ഹ്യൂമർ ചെയ്യുക, ആ ഒരു വൈബ് എങ്ങനെയാണ്? വൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ പുള്ളിയായിട്ട് ആദ്യം നമ്മൾ മിങ്കിളാവണം. മനസ്സിലായി, പുള്ളിയുടെ അടുത്ത് എപ്പോഴും നമ്മൾ സംസാരിക്കണം. പുള്ളിയുടെ കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് നമ്മളോട് സ്നേഹം തോന്നും. അങ്ങനെ അത് എന്നിട്ട് നമുക്ക് വലിയ പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം പുള്ളി സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴേ പുള്ളി നമ്മളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പുള്ളിയുടെ ഇപ്പോഴത്തെ അപ്പം എന്നാലും പുള്ളി സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴേ നമ്മളെ വിളിക്കും. കൂടെ ചെയ്യുന്നവരെ ഞങ്ങളെ 3 പേരെ വിളിച്ച് ചേർത്തിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അത് ഈ ഡയലോഗ് നീ പറയണം, അപ്പോൾ ഡയലോഗ് നീ പറഞ്ഞാൽ മതി, ആ ഡയലോഗ് നീ പറയണം. അപ്പം ഇങ്ങനെ എന്നിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈൽ റൂട്ട് ആക്കും അത്. എന്നിട്ട് പുള്ളി കയറി ചെയ്യും. അത് നല്ല സുന്ദരമായിട്ടാണ് പുള്ളി ചെയ്തത്. കോമഡി ഒക്കെ നല്ല ഉഗ്രനായിട്ട് നമുക്ക് പറഞ്ഞ് അറിയാം. നിങ്ങൾ സ്ക്രീനിൽ കാണും, അപ്പൊ അറിയാം പുള്ളി എങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ 2 ആളുമല്ല, മമ്മൂട്ടിയുടെ വില്ലനും അല്ല, മമ്മൂട്ടിയുടെ നായകനും അല്ല, അതെ, രജനീകാന്തിന്റെ വില്ലനും അല്ല. ഇതൊന്നും അല്ലാത്ത വേറൊരു ലോകത്താണ് ഈ എങ്ങനെയുണ്ട് ഈ ആട് ഫാമിലിയിലേക്ക് വന്നിട്ട്? ഈ ആട് 3 ഇറങ്ങി കാണാന്നുള്ള എക്സൈറ്റ്മെന്റിൽ ഇരുന്ന ഒരാളാ. അതിനിടയ്ക്ക് പെട്ടെന്ന് ബാബുവേട്ടനോട് വിജയനോട് ഒരു പടം കിട്ടി. അപ്പം എന്നോട് എങ്ങനെയെങ്കിലും അടുത്തതിലെങ്ങനെ കൊള്ളിക്കണ്ടേ വിജയ് ബാബു. അപ്പൊ നമ്മളങ്ങനെയാണേ. പാവണ്ണങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇപ്പോഴൊക്കെ നമ്മള് പിന്നെ ഒരു മുമ്പ് പടം ചെയ്തോണ്ട് അതാണേ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കുമ്പോ ഷൂട്ടിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു,
നമുക്ക് ആട് 3-ൽ സംഭവം പിടിക്കട്ടോ. കൂടെ മുമ്പ് ചെയ്ത ആളുകളൊന്നും പോരാ. അപ്പൊ നമുക്ക് പുതിയ സാധനം പിടിക്കണം. എന്റെ നിങ്ങളൊന്നും പോരാ. അല്ല, എന്റെ ഗ്യാങ് ശക്തിപ്പെടുത്താൻ നിന്നു. ഓ അങ്ങനെ. പോലീസ് ഗ്യാങ്. അല്ല അവന് ഡയലോഗ് ഇല്ല എവിടെയെങ്കിലും അതിന്റെ ഇടയിൽ കയറി നമ്മൾ എടാ ഇവിടെയെങ്കിലും പറയട്ടെ. ആകെ ഡയലോഗ് പറയൂ ഗോപി. അല്ല അല്ല ഇതൊക്കെ ജനങ്ങൾ കാണട്ടെ. എങ്ങനെയുണ്ട് ഈ വട്ടം അങ്ങനത്തെ പഞ്ച് ഡയലോഗൊക്കെ ഉണ്ടാവും? മറ്റേ പൂരം കൊടിയേറി മക്കളെ അങ്ങനത്തെ ഡയലോഗ് പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെയാണ് കൃഷ്ണൻ ആസൂത്രണം ചെയ്യുന്നത് ഈ വട്ടം? ആസൂത്രണം എന്ന് പറഞ്ഞാൽ പാപ്പന്റെ കൂട്ടത്തിൽ എല്ലാം എപ്പോഴും കൂടെ ഉണ്ട്. വല സൈഡിലും നമ്മളുണ്ടാവും. പിന്നെ എന്താ പറയാ, ആട് 1 കഴിഞ്ഞിട്ട് ആട് 2 കഴിഞ്ഞിട്ട് ആട് 3ലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു അതിന്റെ ഒരു വലിപ്പം സ്കെയിൽ ഭീകരമാണ്. ഇതിന്റെ ഒരു എന്താ പറയാ 100-300-500 ജൂനിയർ ആർട്ടിസ്റ്റുകളും കുതിരകളും. ഞങ്ങളൊക്കെ കുതിര ഓടിക്കാൻ ഈ പടത്തിന് വേണ്ടി കുതിര ഓടിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ കുതിര ഓടിക്കാൻ പഠിച്ചു. അങ്ങനെ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കുതിരപ്പുറത്ത് വാളം പിടിച്ചുകൊണ്ട് തന്നെ ഒരു ഷോട്ടൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതൊക്കെ നടന്നു. ഈ ശബ്ദം കൊള്ളാം കേട്ടോ. സീമാജി നായരുടെ ഒരു മെയിൽ വെർഷൻ ഒക്കെ ഞാൻ കൊറേ ദിവസമായിട്ട് കിടന്ന് അനുഭവിക്കാം. പിന്നെ ആടിന്റെ പ്രൊമോഷൻ ആയതുകൊണ്ട് മാത്രം വേണ്ടി ഞാൻ സീമാജി നായർ സൗണ്ട് പറയാം. എന്ത് കുറ്റം പറയാ എന്ന് പറയല്ലോ. ശബ്ദമില്ല വന്നപ്പോ തൊട്ടിങ്ങി. പക്ഷെ സിനിമയില് ഈ ശബ്ദമാണോ? അല്ലല്ലോ. അതാണ് ഭഗത്തിന്റെ ഒരു ആത്മാർത്ഥ. ഭഗത്തിന്റെ ആത്മാർത്ഥയും കൂടി എല്ലാവരും ഒന്ന് മേടിച്ചേ. അല്ലവന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്. വിളിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഈ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ശബ്ദം ശരിയായില്ലേ? ശരിയായിട്ടില്ല. ഇതില് പിടിക്കാതിരുത്തി സ്ഥിരമായിട്ട്. ദുഷ്ടന്മാരെ ഒരു ചുമ വന്നടാ. എങ്ങനെ ഭാര്യ തിരിച്ചു വരുമോ? കൈ കടിച്ചു പോയ ഭാര്യ? എനിക്ക് പിന്നെ അങ്ങനെ ഇതുവരെ ആ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്താ പറയുന്നുണ്ട്? കഴിഞ്ഞ ഇന്റർവ്യൂവിന് വിളിച്ചില്ലേ? വിളിച്ചപ്പോ ഹോസ്പിറ്റലില്ല. എന്നിട്ട് ഞാൻ ആടിനെ അപ്പൊ യമ കിടന്ന് ചിരിക്കുന്നതാ എന്റെ സൗണ്ട് കേട്ടിട്ട്. ഞാൻ പയ്യാതെ എനിക്ക് മറ്റേത് ഓർമ്മ വന്ന് പട്ടണപ്രദേശ് പോലെ. ഓക്കെ, ഞാനേ പെട്ടെന്ന് നിങ്ങളൊരു റൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. റൗണ്ട് ഇഷ്ടം. യെസ്, ഇത് ടൈം ട്രാവൽ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷെ ടൈം ട്രാവൽ ആണെന്ന് ഉറപ്പിക്കുന്നുമില്ല ആരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും സ്പേസ് ട്രാവലിലേക്ക് കൊണ്ടുപോവാണ്. അതായത് നിങ്ങൾ ബഹിരാകാശത്തേക്ക് പോവാണ്. അപ്പൊ ഓരോ പ്ലാനറ്റ്സിലേക്ക് നിങ്ങൾ ആരെ പറഞ്ഞുവിടും എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, ബുധൻ എന്നാണ് ആ പ്ലാനറ്റ്. ഓക്കെ, ആ പ്ലാനറ്റില് നുണ മാത്രം പറഞ്ഞേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ആളുകളെ പറ്റി നുണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഈ ടീമിൽ ആരെ നിങ്ങൾ ഒരു പ്ലാനറ്റിലേക്ക് പറഞ്ഞു? ബുധനിലാണെങ്കിൽ ഞാൻ അതാണ് ചിത്രം ചെയ്തോണ്ട് ബുധനാഴ്ച. അല്ല രക്ഷപ്പെട്ടെന്നാ എനിക്ക് ശുദ്ധാശ വരച്ചിട്ടില്ല. എന്തായാലും കേരള ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്നു പറഞ്ഞു. അടുത്തത് ചൊവ്വ. ഇവിടെ വെള്ളമില്ല, വെള്ളത്തിന് പകരം മദ്യം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തേക്ക് ആരെ പറഞ്ഞു? ഇവർ രണ്ടൊരു ബിസിനസ് ക്ലാസ് ഞങ്ങളെ റോക്കറ്റിന്റെ അവര് സമ്മതിച്ചു. പൈലറ്റ് അവനായിരിക്കും. പൈലറ്റ് എല്ലാവരും ഉണ്ടാവും. പല പല എല്ലാരും ഉണ്ട്. മാത്രമല്ല പക്ഷെ പേര് കഞ്ചാവ് തോമ. ഓക്കെ, അടുത്തത് ശുക്രൻ. സുന്ദരികളായ സ്ത്രീകൾ. ഈ ചോദ്യം ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഓരോരുത്തരുടെ സ്വഭാവം അറിയാൻ വേണ്ടിട്ട്. ശുക്രൻ ഇവിടെ സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതും എല്ലാവരും മോഡൽസാ. അപ്പൊ അവിടേക്ക് ആരാ പറഞ്ഞു വിടും? പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവന്മാര് പോകും. ബാക്കി കൂടെ കയറും. അതൊക്കെ അവന്മാര് വരും. ബുധനിലായിരുന്നല്ല ശനി. ചിത്രം ചെയ്തോ വീണ്ടും ചിരി കിട്ടിയ റിലീസിംഗ് കാണുന്നുണ്ട് ഇവിടെ. എയറിലായിരിക്കും മച്ചാൻ. ശനി ശനി ശനി. ഇവിടെ ഓക്സിജൻ ഇല്ല, ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം. രണ്ടുപേരും പോവും. ഞാനല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിർമ്മലക്ക എന്ന് പറഞ്ഞാല് നല്ല ഭക്ഷണത്തിന്റെ ആൾക്കാരാണ്. പിന്നെ ശനി ടൈമിനൊക്കെയാണ് ഇവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. ഞങ്ങളെല്ലാരും ഭയങ്കര അടിച്ചു പൊളിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കാന്ന് വെച്ചാൽ ഇവൻ മാത്രം ഭയങ്കര എന്താണ് വീട് പണി നടക്കണേണ്. അതിന്റെ ടെൻഷനും കാര്യങ്ങളും. എന്റെ ദാരിദ്ര്യം നാട് മുഴുവൻ അറിയില്ല. വീട് പണി നടക്കുമ്പോൾ അതിന്റെ ഒരു ശനിദശയിലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കണേന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെയാണ്.
ഏറ്റവും മോശം സമയത്താ വീട് പണി നടക്കുക. എന്ന് വെച്ചാൽ വീട് പണി കഴിയുന്നില്ല, മോശം സമയം കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഇവന് ഭക്ഷണത്തിന് ഒരു മുട്ടും വരുത്തമില്ല. ഇപ്പൊ നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടിരിക്കുമ്പോ ഇതിന് ഞങ്ങളുടെ കോർഡിനേറ്റർ ഉണ്ട്, സൂര്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വാഷ്റൂമിൽ കയറി കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോ അവൻ പറഞ്ഞു, ഫുഡ് ഇത്തിരി കൂടിപ്പോയി. ഇത് ആര് പറഞ്ഞിട്ട്? നമ്മ പറഞ്ഞിട്ടാണ്. കഴിച്ച അവൻ ലോഡായി പോയതിന് നമ്മളെന്ത് ചെയ്ത്, അവൻ പ്ലേറ്റുകൾ ഇങ്ങനെ മാറി 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 ഓരോ സാധനം എടുത്തിട്ട് നോക്കിയിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ? നമ്മളോട് നമ്മുടെ എല്ലാവരും ഉണ്ടോ? പെട്ടെന്ന് മഴ പെയ്തു എന്ന് പറയും പോലെ. ഇവര് കോഴിക്കോടുകാര് ഭക്ഷണപ്രിയരാണല്ലോ. ഭക്ഷണപ്രിയരാണ്. ഇവരൊക്കെ വീട്ടിൽ പോയാലും നല്ല ഫുഡുകൾ ഉണ്ടാവും. അതിപ്പോ എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും അവനൊക്കെ നിർമ്മലായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ? രാവിലെ തൊട്ടിട്ട് എങ്ങനെ കഴിച്ചു തുടങ്ങും? രാവിലെ ഒരു 3 പേക്കടിയും. ഞാൻ നേരെ പകലടിച്ചിട്ടില്ല. പറയൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എണീക്കും, ചൂട് ഇട്ട് വൈകിട്ട് 3 മണിയാവും. വെറുതെ പറയുന്നു. നോർമലി എണീക്കും, അത്രയ്ക്ക് തന്നെ ഒരു കഷ്ണം പുട്ടൊക്കെയാണ് ഒരു കഷ്ണം എടുക്കുള്ളൂ. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. നിങ്ങൾ ഒരു കേസ് എന്റെ ചോറൊക്കെ ഇത്ര കഴിക്കുള്ളൂ. കറികൾ കുറെ എടുക്കും. മമ്മൂക്കയെ പോലെ അപ്പൊ കുറച്ച് കാർബ്സ്, കുറെ പ്രോട്ടീൻ, അങ്ങനെ അതാണ് നല്ലത് തോന്നി. ചിലർക്ക് കുറച്ച് കഴിച്ചാൽ മതി. ഞാൻ കറികൾ കൂടുതൽ എടുക്കും, ഇത് കുറച്ചെടുക്കും, അത്രയും. നോബി ചേട്ടൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ? ഏതാണ്ടോ സാധാരണ രാവിലെ എണീക്കുന്നു, കാപ്പി കുടിക്കുന്നു. രാവിലെ എണീക്കുന്നില്ല, എണീപ്പിക്കുന്നു. നാട്ടുകാര് അല്ല, റോഡിലെ കിടക്കണേ ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല, ആൾക്കാർ എണീപ്പിക്കുന്നു. അതല്ലെന്ന് ഷൂട്ട് ഉണ്ടെങ്കിൽ ഒരു 10 ആകുമ്പോൾ എഴുന്നേക്കും, ഷൂട്ട് ഇല്ലെങ്കിൽ 5:30 ആകുമ്പോഴേ എഴുന്നേക്കും. ഓക്കെ. ഈ നോചേട്ടൻ്റെ ഒരു മൂപ്പര് കോമഡി അടിക്കും. എല്ലാരും ഈ സംഭവം എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാരും വിളിച്ച് കേൾപ്പിച്ച്, അപ്പൊ നമ്മള് കണ്ടിട്ട് ചിരിക്കണം. ഇനി നമ്മുടെ ഒരു കോമഡി പറയുന്നത്, ഒരു കോമഡി ഉണ്ട് എന്നോട് തിരിച്ചു പറ. ഒരു കോമഡി ഉണ്ട്, വിളിച്ചു പറ. ഒരു കോമഡി ഉണ്ട്. മൈൻഡ് ചെയ്യൂല. നമ്മൾ എന്ത് കോമഡി പറഞ്ഞാലും മൈൻഡ് ചെയ്യും. തോണ്ടി കേൾപ്പിക്കും. അത് വർഷങ്ങളായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്ന ഞാൻ. ഞാൻ ഒരു കഥ കേട്ട് ആസ്വദിച്ചിരുന്നു കേൾക്കും. അങ്ങനല്ല, നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിൽ നിൽക്കുമ്പോൾ കോമഡി പറയാൻ പറഞ്ഞു. കോമഡി പറഞ്ഞ് ചിരിച്ചിട്ട് നമ്മൾ ചിരിക്കണം, തോണ്ടി ചിരിപ്പിക്കും. ഭയങ്കര പ്രശ്നമുള്ള കോമഡി പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നും എന്നോട് ഭയങ്കര ചാൻസ് ചോദിച്ചു വിളിക്കും. സിനിമയിൽ ഭയങ്കര ആഗ്രഹമുള്ള ഒരുത്തനാ. അപ്പൊ ഇവൻ എന്റെ വീട്ടിൽ വന്നേക്കണേ കഥ പറയാനായിട്ട്. അപ്പൊ ചേട്ടൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടവും, ചേട്ടൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കണേ. കഥ പറയുക, ഒരു റോട്ടിൽ കൂടി ഭയങ്കര പോഷായിട്ടുള്ളൊരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വേറൊരു പോഷ് വണ്ടി വന്നിരിക്കുകയാണ്. ഇത് തമ്മിൽ കൂട്ടിയിടിച്ചു. പണം നഷ്ടം, ഭയങ്കര പ്രശ്നമായി. 2 വണ്ടി, 2 പോഷ് വണ്ടിയാണ്. അപ്പൊ ആൾക്കാരൊക്കെ കൂടി. അപ്പൊ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങണത് ലാലേട്ടനാണ്. ലാലേട്ടൻ ഇറങ്ങിയപ്പോ എല്ലാരും കൂടി ലാലേട്ടന്റെ ഭാഗത്തായി. കുറെ പേര് ലാലേട്ടന്റെ ഭാഗത്തോട്ട് പോയിട്ട് അവരുടെ വണ്ടി ഇടിച്ചത് മറ്റേ തുറക്കടാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മുട്ടൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങണത് മമ്മൂക്കയാണ്. മറ്റേ വണ്ടിയിൽ നിന്ന്. ഇവര് 2 വണ്ടിയാണ് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ റോഡുള്ളപ്പോ എന്തിനാ നേരെ ഒന്ന് കൂട്ടിയിടിക്കുന്നു ചോദിച്ചു. അപ്പൊ അത് ചേട്ടാ കഥയിൽ അങ്ങനത്തെ ചോദ്യം പാടില്ല എന്ന് പറഞ്ഞ് ഇവര് പ്രശ്നമായി. അപ്പൊ ഇപ്പുറത്ത് മമ്മൂക്കയുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ, അപ്പുറത്ത് ലാലേട്ടന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ. അപ്പൊ വേറൊരു വണ്ടി സൈഡിൽ കൂടെ ഒന്ന് നിർത്തിയേക്കണേ. അപ്പൊ ഇങ്ങനെ പ്രശ്നം നടന്നിരിക്കണല്ല. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങി വരുന്നു രജനീകാന്ത്. എണീക്കടാന്ന് പറഞ്ഞു. ഒരുത്തൻ ഒരു പറവൂരുള്ള സജീഷ് എന്ന് പറഞ്ഞ കഥയാണ്. അല്ല, എന്നെ പിഷാരേട്ടന് സ്ഥിരം വിളിക്കണ ഒരുത്തനാണ്. അവൻ വന്ന് പറഞ്ഞ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്. ഇടയ്ക്ക് പറഞ്ഞതില് ചീരിച്ചു കൂർമോളത്തി പേര് കഥയുണ്ട്. അത് ധർമ്മേട്ടൻ തന്നെ പറയാം. ആട് സെക്കൻഡ് കഴിഞ്ഞിട്ട് എറണാകുളം IMA ഹാളില് ഫംഗ്ഷൻ വെച്ചേക്കണാണ്. അപ്പൊ ഞങ്ങളുടെ ഒക്കെ വലിയ എല്ലാവരും കട്ടൗട്ടുകളുണ്ട്.
അപ്പോൾ ഞാനൊരു 5 അടികളുള്ളൂ, അതിനെക്കാട്ടൊക്കെ ഒരു 7 അടികളിൽ കട്ടൗട്ടർ, 8 അടികളിൽ കട്ടൗട്ടർ, ഞാനൊക്കെ ഇങ്ങനെ നിൽക്കണത് എല്ലാവരും നിൽക്കണ കട്ടൗട്ടറുണ്ട്. പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഇത് വേസ്റ്റ് ആവുമല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊള്ളാം, അത് കൊണ്ടുപോകാം. അപ്പൊ എൻ്റെ വണ്ടിയിൽ ഇട്ടിട്ട് പോയപ്പോഴും പ്രശ്നമാണ്. അപ്പൊ ഞാനത് എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ കട്ടൗട്ട് എടുത്തിട്ട് ഇത് വണ്ടി കൊള്ളൂല, വണ്ടിയുടെ ഡിക്കിയിലിട്ടിട്ട്, ഡിക്കിന്റെ അപ്പുറത്തെ സീറ്റിൽ കൂടി ഇട്ടിട്ട് ഡിക്കി തുറന്നു വെച്ചേക്കണേണ്. എന്റെ തലയൊക്കെ ഇങ്ങനെ നടക്കണേ റോഡിൽ കൂടി പോകുമ്പോ. ഇത് കലൂരിന്ന് അപ്പൊ വരാപ്പുഴ എത്തിച്ചാൽ മതിയല്ലോ കലൂരിന്ന്. അപ്പൊ അങ്ങനെ എത്തിച്ച് ഞാൻ കൊണ്ടുവന്ന് ഇത് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഇത് പോസ്റ്റ് ചെയ്യണമെന്നൊരു പിടുത്തൂല. അവിടെ നോക്കൂല. വീട്ടില് വൈഫും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവര് കണ്ടിട്ട് ഒരു 3ാമത്തെ നിലയിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്, വാട്ടർ ടാങ്ക്. അവിടെ കൊണ്ട് ചാരി വെച്ചു. അപ്പൊ എന്റെ കട്ടൗട്ടർ വലിയ കട്ടൗട്ടർ ആയതുകൊണ്ട് ഇങ്ങനെ നിക്കണത്. വളവ് ഉണ്ട്, അതിന് ഒരു പട്ടിയൊക്കെ വെച്ചാലല്ലേ നേരെ കൊള്ളു. ഇത് ഇങ്ങനെ നിക്കണേ. അപ്പൊ വീട്ടിലെപ്പോഴും ഞങ്ങള് ഇത്തിരി വൈകി കിടക്കുന്ന ആൾക്കാരാ. അതിങ്ങനെ അപ്പൊ അവള് എന്റെ വൈഫ് ഞങ്ങള് ഒരു 10-12 മണിയൊക്കെ വൈകി കിടക്കണേ. അപ്പൊ ഇവള് ഈ ഏറ്റവും മേളില് ആണെന്ന് ഈ പിള്ളേരെ യൂണിഫോമൊക്കെ ഉണക്കാനിടണതൊക്കെ അതെടുക്കാൻ വേണ്ടി ഇവള് തുറന്ന് അവിടുത്തെ സ്റ്റെയർ കയറി ചെല്ലാൻ നേരത്ത് ഞാനിങ്ങനെ നിൽക്കണല്ലേ എന്ന് പറഞ്ഞൊരു ഒച്ചയും വീഴും. ഞാൻ ഓടിച്ചെന്ന് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഞാൻ കിടന്ന് എന്ത് പറ്റിയെന്ന് പറയാ, ഞാൻ കട്ടൗട്ട് അവിടെ കണ്ടിട്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എൻ്റെ പരിപാടിയാണ്. ഞാൻ മടിയിൽ കിടത്തി തോളി തട്ടി അവിടെ സമാധാനിപ്പിച്ചിട്ട് ഇത് ഞാനല്ലേ, എൻ്റെ ഫോട്ടോ അല്ലേ, എൻ്റെ കട്ടൗട്ടറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമാധാനിപ്പിച്ചാണ്. പിള്ളേര് രണ്ടും വന്നിട്ട് സംശയത്തോടുകൂടി അമ്മന് ഇയാളെന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു മൈൻഡില് പിള്ളേര് എന്തോ ഇത്രയും എന്തെങ്കിലും ചെയ്യാണ്ട് അമ്മ ഇങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഓർത്ത് മെന്റലായി പോകും എന്നെ കണ്ടിട്ടെ, എന്റെ കട്ടൗട്ട് കണ്ടിട്ട് മെന്റല് ഷോക്കില് നിക്കണേ. ഒരു 4 മണി വരെ വെളുപ്പിന് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ ആശുപത്രി കൊണ്ടുപോകണോ, എന്ത് ചെയ്യണം, ആരെക്കൊണ്ട് ഇത് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പിടുത്തില്ലാതെ അങ്ങനെ എൻ്റെ കട്ടൗട്ട് കണ്ട് പേടിച്ചതാണ് ഈ സിനിമ. രാവിലെ പേപ്പറാൻ ഇല്ല, ഞാൻ തന്നെ കട്ടൗട്ട് കണ്ട് ചാരിക്കുന്നപ്പോളേ ഞങ്ങള് സ്കിറ്റ് കളിച്ച് നെൽസന്റെ കുടിയ ഹൈലൈറ്റ് നിക്കണം. കുടിയെ കളിച്ചോണ്ടിരിക്കുന്നത് കുടിയന്റെ സ്കിറ്റാണ്. അപ്പൊ ആൾക്കാർ ചിരിക്കുന്നു. കുടിയൻ നെൽസണ് തകർത്തടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇതിനൊന്നും ഇല്ലാത്ത ഒരാള്, സ്കിറ്റിൽ 2 പേരേ ഉള്ളു, ഇതിലൊന്നും ഇല്ലാത്തൊരു ഒരു അറിയപ്പെടുന്ന ഒരു നടൻ വന്നിട്ട് അപ്പുറത്തിരിക്കുന്ന മൈക്കിൽ പറഞ്ഞു മദ്യം അത് വിഷമാണെന്ന്. ഒരു ബന്ധമില്ലാതെ അപ്പൊ അപ്പൊ വെളിയിൽ ഇറങ്ങിയപ്പോ ഒരാളെങ്കിലും മറ്റു നിങ്ങളെ സ്കിറ്റിലാണ് ഉണ്ടായിരുന്ന അവന് ഡയലോഗ് പോരായിരുന്നു. അതിലൊന്നും അല്ലടാ ഞങ്ങള് ഇവ എന്തിനെ പോയതെന്ന് പറഞ്ഞു. അതെ, പുള്ളി ഇപ്പൊ ഇന്റർവ്യൂ പറഞ്ഞത് അതെ. ഇപ്പൊ ഒരു ചാനലില്ലേ ആ പറഞ്ഞ് ചാരിതുപോലെ ആടിന്റെ വിജയാഘോഷത്തിൽ ഈ സിനിമയിലും അതേപോലത്തെ ഈ സിനിമയിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരു ലേലം വിളി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ലേലം വിളിക്കുന്നുണ്ട് വഴി കൂടി പോണ ഒരു ലോട്ടറിക്കാരൻ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും ഉണ്ട്. അങ്ങനത്തെ അപ്പൊ ഫൈനലി സമയപരിമിതി ഉണ്ട് നമുക്ക്. വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക്. ഇപ്പോൾ ദൃശ്യം സീരീസ് പോലെ അല്ലെങ്കിൽ നാടോടിക്കട്ട് സീരീസ് ഒക്കെ പോലെ മലയാളിയുടെ വികാരമായി മാറിയ സിനിമയാണ് ആട് സീരീസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഐക്കോണിക് ഡയലോഗ്സിനൊക്കെ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു തിയേറ്ററിൽ. എല്ലാവരുടെയും നല്ല നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.
your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എ സികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.